ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റബീഉൽ അവ്വൽ വസന്തമാസം വരവായി. നമ്മൾ വലിയ സന്തോഷത്തിലാണ്. ഹബീബിൻ്റെ മാസം വല്ല സന്തോഷമാണല്ലോ. മാഷാ അല്ലാ. കുട്ടികളെ പരിപാടികളായിട്ടും ഘോഷയാത്രകളായിട്ടും പാട്ടും റസൂലുള്ളാഹിൻ്റെ അപദാനങ്ങൾ പദ്യമായിട്ടും ഗദ്യമായിട്ടും അല്ലേ. ഇഹ്യയിൽ ഹബീബിനെ പറ്റി സനദുകളൊക്കെ ഒഴിവാക്കി ഇമാം ഗസാലി തങ്ങൾ വിവരിക്കുന്നുണ്ട്. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലമന്നാസ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത സഹനമുള്ളവരാണ്. സഹിഷ്ണുത, നല്ല സഹനം, എടുത്ത ചാട്ടമില്ല. ഒക്കെ ആലോചിച്ച് പരിശോധിച്ച് വേണ്ട സമയത്ത് വേണ്ട വിധം നല്ല സഹനല്ലേ. മാഷാ അല്ലാ. അതിൻ്റെ അർത്ഥം ഒരു പരമസാധു മനസ്സിലാക്കണ്ട. അസ്ജ അന്നാസ്, ജനങ്ങൾ വെച്ച് ഏറ്റവും ധീരനുമാണ് റസൂലുള്ളാഹി തങ്ങൾ. ഇതൊക്കെ വല്ലാതെ സ്ട്രോങ് ആകുമ്പം ഹബീബിൻ്റെ അടുത്ത് ഇങ്ങനെ അണയും സഹാബത്തൊക്കെ. മാഷാ അല്ലാ. ഭയങ്കര ആരോഗ്യമുള്ളോ, ഭയങ്കര ശക്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ല നമ്മൾ കഥയിലുണ്ടല്ലോ, ചരിത്രങ്ങളിലുണ്ടല്ലോ. ഒരു സാധു വന്ന് പറഞ്ഞു, നബിയെ, അബൂജഹൽ ഇത്ര പൈസ എനിക്ക് തരാണ്ട്, നീ തരുന്നില്ലായിരുന്നു, എന്നാൽ പോരുകയായിരുന്നു. ഇയാളെയും പിടിച്ച് റസൂലുള്ളാഹി തങ്ങൾ അബൂജഹലിൻ്റെ വരയ്ക്ക് പോയി. വല്ലാത്ത ശത്രുള്ള സമയമാണ്. ഹാലും മുട്ടി. ആൾ വന്നു, കടം കൊടുക്കണ്ട വെച്ചു. അതുണ്ട്, ഞാൻ കൊടുത്തോളാറും. പേടിച്ച് പറിച്ച് വാങ്ങിക്കൊടുത്ത് പോന്നു. ആ സമയത്ത് ഇത് ആര് കാണുന്നുണ്ട്? ബാക്കിയുള്ള ശത്രുക്കൾ കാണുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പോയതിനു ശേഷം ആജൻ്റെ അബൂജഹലെ, ആ മുഹമ്മദ് പടിവാതിക്കലെത്തിയിട്ട് വാതിൽക്ക് ഉമ്മറപ്പടിയിലെത്തിയിട്ട് ഒന്നും ചെയ്യാതെ വിട്ടുള്ളൂ. ഇപ്പം പറഞ്ഞു, അത് ഞാനായതുകൊണ്ട് പറഞ്ഞു. എന്തേ, ഈ രണ്ട് തോളത്തെ രണ്ട് സിംഹം നിൽക്കുന്നുണ്ടായിരുന്നു. അള്ളാൻ്റെ ഹബീബല്ലേ, റസൂലുള്ളല്ലേ, അള്ളാൻ്റെ റസൂലല്ലേ, അള്ളാൻ്റെ കാവലുണ്ടാവും. ഭയങ്കര ധീരന. അഅ്ദലന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നീതിപരമായി പെരുമാറുന്നവരാണ്. ആരുടെ ഭാഗത്തെ നീതി എന്ന ഹബീബ് നോക്കുക. മാഷാ അല്ലാഹ്. അഅഫന്നാസി, തെറ്റുകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഉഷാറിൽ റസൂലുള്ളാഹി തങ്ങൾ. തെറ്റിയില്ലല്ലോ. മാഷാ അല്ലാഹ്. ലം തമുസ്സ യദുഹു ഖത്തു യദംറാത്തിൻ, ഒരു അന്യ പെണ്ണിൻ്റെ കയ്യുമ്മേ റസൂലുള്ളാഹിൻ്റെ കൈ തൊട്ടിട്ടില്ല. മാഷാ അല്ലാഹ്. വല്ലാത്ത ഹബീബല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വക്കാന അസ്ഖന്നാസി, വല്ലാത്ത ധർമ്മിഷ്ഠരല്ലേ റസൂലുള്ളാഹി തങ്ങൾ. ഭയങ്കര ധർമ്മ. ഇല്ല എന്ന് പറയില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിലോ പറയണ്ട. പിന്നെ കണ്ണെടുക്കാതെ നോക്കും നമ്മളല്ലേ. അയാൾ കണ്ണെടുക്കാതെ അങ്ങ് നോക്കാറില്ലേ, അങ്ങ് റസൂലുള്ളാഹി ആരും നോക്കൂല. കണ്ടില്ലേ, ലാ യസ്ബുത്തു അത് ഇനി വരുന്നുള്ളൂ, അവിടെ എത്തിയിട്ടില്ല. ലാ യബീതു ഇൻദഹു ദീനാറും വലാ ദിർഹമുൻ. ഹബീബിൻ്റെ വീട്ടിൽ അത്യാവശ്യമില്ലാത്ത ദീനാറും സ്വർണ്ണ നാണയം വെള്ളി നാണയം രാപ്പാർക്കൂല. നമ്മളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കും, പകത്ത് വെക്കൂലേ. അത്യാവശ്യമുള്ളത് ബാക്കിയൊക്കെ കൊടുത്ത് കഴിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാം എന്താണ് ദുന്യാവ്, ഇതിൻ്റെ ആയുസ് എത്രയാണ്, ഇവിടെ സുഖിക്കണോ വേണ്ട. ഹബീബിന് ശരിക്കും അറിയില്ല, ദുന്യാവിൻ്റെ ഹക്കീക്കത്ത് അറിയല്ലോ. ഇനി പറയും ഫളില ഷെയ്ഉൻ, ഇനി എന്തെങ്കിലും ബാക്കി വന്നു, വലം യജിദ് മൈ ഒറ്റിഹി, കൊടുക്കാൻ പറ്റിയ ആരും കിട്ടിയില്ല. പെട്ടെന്ന് രാത്രി ഫജഹുൽ ലൈലു, രാത്രി പെട്ടെന്ന് ആയും ചെയ്തു. എന്നാലോ അതിന് ആളെ കിട്ടിയിട്ടേ പെരേക്ക് വരുള്ളൂ. മാഷാ അല്ലാഹ്. വലം ലം യഅ്വി ഇലാ മൻസിലിഹി ഹത്താ യതബറ മിൻഹു ഇലാ മാ യഹ്താജു ഇലൈഹി. ആവശ്യക്കാരെ കിട്ടിയിട്ട് അയിന്നാണ്ട് ഒഴിവാകുന്നത് വരെ എന്താവില്ല, പെരേക്ക് വരില്ല. നമ്മളോ എന്തെല്ലാം ബാധ്യത നമുക്കുണ്ടാവും, നമ്മൾ കൊടുക്കുമോ? നമ്മളെ മത്തുൽമീൻ തൊഫേല കാണാം. എന്ത് അഗ്നിയാവിൻ്റെ കടമകൾ ആരാ വീട്ടൽ?
ഒരു വർഷം കെട്ടികൾക്കും കുട്ടികൾക്കും അവനാനും ജീവിക്കാൻ എത്രയാണോ മിതമായത് വേണ്ടത് അതിൻ്റെ അപ്പുറം ഉണ്ടെങ്കിലും ഒനയ്യാന്നാ. ഒരു സാധുവായ ആൾ എനിക്ക് വീടില്ല കേട്ടോ, മരുന്ന് വാങ്ങാൻ കാശില്ല കേട്ടോ, കടം വീട്ടാൻ കാശില്ല കേട്ടോ, വസ്ത്രം വാങ്ങാൻ കാശില്ല കേട്ടോ, തിന്നാൻ അന്നം വാങ്ങാൻ കാശില്ല കേട്ടോ എന്ന് ഇങ്ങനത്തെ ഒരാളോട് പറഞ്ഞു. നമുക്കാണ്ട് ബോധ്യായും ചെയ്തു. എന്നാൽ അയാൾക്ക് നമ്മളോടൊന്ന് ചോദിച്ചാൽ ഫർള് അയിനായി. ചോദിച്ചിട്ടില്ലെങ്കിലോ ഇങ്ങനത്തെ മുതലാളിമാരുടെ മേലിൽ ഫർള് കിഫായാണ്. കിഫായത്തു സന അതിൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ അധികം ആളുകളും പെടുപെടെ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ശറഅ് എത്രയാണോ നമ്മളത് പറഞ്ഞാൽ അത്രേ നമ്മളതുള്ളൂ, ബാക്കിയൊക്കെ കൊടുക്കാനുള്ളതാണ്. മാഷാ അല്ലാഹ്. പിന്നെ ലാ യഖുദു മിമ്മാ ആതാഹുല്ലാഹു ഇല്ലാ, കണ്ടില്ലേ, ഇല്ലാ ഖൂത്തു ആമിഹി. ലാ യഖുദു, റസൂല പിടിക്കൂല, മിമ്മാ ആതാഹുല്ലാഹു, അള്ളാഹു നൽകിയെന്ന് എന്തല്ലാതെ, ഇല്ല ഖൂത്തു ആമിഹി ഫഖത്ത്. അങ്ങനെ മസാല അങ്ങനല്ലേ, കുറേ ഭാര്യമാരൊക്കെ ഉള്ള റസൂലെ ഒരു വർഷത്തിൻ്റെ ഉണ്ടാവുള്ളൂ, എടുത്തു വെക്കുള്ളൂ. ഒരു വർഷത്തിന് എടുത്തു വെക്കണമല്ലോ. അതിൻ്റെ അപ്പുറമുള്ളൊക്കെ എന്താവും, ചിലവഴിക്കും, ആവശ്യക്കാർക്ക് കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ കൊടുക്കും ആവശ്യക്കാർക്ക്. നമ്മളെ മസാല ഇങ്ങനെ തന്നെയല്ലേ, ഇതൊക്കെ നമ്മളെ പത്രമേലുണ്ട്. മാഷാ അല്ലാഹ്. ലാ യസ്അലു ഷൈഅൻ ഇല്ലാ അതാഹു. അള്ളാഹിൻ്റെ ഹബീബിനോട് ഒന്നും ചോദിക്കപ്പെടില്ല, കൊടുത്തിട്ടല്ല, എന്ത് ചോദിച്ചാലും കൊടുക്കും. മാഷാ അല്ലാഹ്. വല്ലാത്ത സ്വഭാവമല്ല. വക്കാന യഖ്സിഫുൻ നഅല, ചെരുപ്പ് വാറ പൊട്ടിയാലേ അത് തുന്നിക്കെട്ടും. നമ്മളാണെങ്കിലോ നമുക്ക് പൊട്ടും വേണ്ട, തേയും വേണ്ട, ഒരു മാസം കഴിഞ്ഞാലോ ചിലവർ കൊല്ലം കഴിഞ്ഞാലോ നമ്മൾ വേറെ വാങ്ങും. അന്തല്ല. പിന്നെ വൈറക്കി സൗബ, വസ്ത്രം കീറിയാലേ അവിടെ കഷ്ണം വെക്കും റസൂലുള്ളാഹി തങ്ങൾ. നമ്മളോ കീറും വേണ്ട, പഴയതാവും വേണ്ട, നമ്മൾ അട്ടിക്കട്ടിക്ക് വാങ്ങിയിടും. അത്രേ അന്തം നമുക്കുള്ളൂ. വയഖ്ദിമു ഫി മിഹ്നത്തി അഹ്ലിഹി, തൻ്റെ ഇണകൾക്ക് ജോലിയിലൊക്കെ വീട്ടു ജോലിയിലൊക്കെ എന്താവും ഒക്കെ സേവനം ചെയ്തു കൊടുക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ അടിച്ചാരി കൊടുക്കും, അകം തോത്തി കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും റസൂലുള്ളാഹി തങ്ങൾ. വലിയൊരാളായി. ആരാ റസൂലുള്ളാഹ്? റഹ്മത്തുൽ ആലമീനല്ലേ, അള്ളാഹിൻ്റെ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ മാധ്യമമല്ലേ, പ്രവാചകരല്ലേ, അഫ്ളൽ ഖൽഖല്ലേ. അങ്ങനത്തെ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലോ ഭാര്യമാർക്ക് എല്ലാ പണിയൊക്കെ ചെയ്തു കൊടുക്കും. മാഷാ അല്ലാഹ്. നമ്മളോ നമ്മൾ വലിയ രാജാക്കന്മാരല്ലേ. വയക്കത്തവൽ ലഹ്മ മഅഹുന്ന, മാഷാ അല്ലാഹ്, ഇണകളോടുകൂടെ ഇറച്ചി മുറിച്ചു കൊടുക്കും. വക്കാന അശദ്ദന്നാസി ഹയൻ, വല്ലാത്ത നാണമാണ് റസൂലുള്ളാഹിക്ക്. സുറുമ്പില്ലാത്ത ആളൊന്നുമല്ല, ഭയങ്കര ലജ്ജ. ലാ യസ്ബുതു ബസറുഹു ഫി വജി അഹദിൻ, നേരത്തെ പറഞ്ഞ ഒരാളെ മുഖത്തേക്കും അങ്ങനെ കണ്ണിട്ട് അതുകൊണ്ട് ചില ആളങ്ങനെ മുഖത്ത് നോക്കണേ, അങ്ങനെ ചെയ്യരുത്, മനുഷ്യന്മാർക്ക് ഇടങ്ങാറാവര്. അപ്പോൾ ഒരാളും ഏത് കണ്ണെടുക്കാതെ റസൂൽ നോക്കൂല. മാഷാ വയുജീബു ദഅവത്തൽ അബ്ദി വൽ ഹുർരി, ആര് ക്ഷണിച്ചാലും പോവും. സ്വതന്ത്രം ക്ഷണിച്ചാലും സാധു ക്ഷണിച്ചാലും അടിമ ക്ഷണിച്ചാലും പോവും. അതിൽ അഹങ്കാരമൊന്നുമില്ല. വയഖ്ബൽ ഹദിയത്ത, ആരെങ്കിലും ചെറിയ ചെറിയ ഹദിയകൾ കൊടുത്താലും എന്താവും, അതപ്പോൾ എനിക്കാ തരണേ അതൊന്നുമില്ല, അത് സ്വീകരിക്കും. കണ്ടില്ലേ, വലോ അന്നഹാ ജർഅത്തു ലബൻ, ഒരു മുറുക്ക് പാലാണ് കൊടുത്തത്, അത് സ്വീകരിക്കും. മാഷാ അല്ലാഹ്. നമ്മളൊക്കെങ്കിലോ ഇത് തരാണ്ട് ഒരു ഗ്ലാസ് കൊണ്ടറിയാം നമ്മൾ. റസൂലുള്ളാഹി തങ്ങൾ ഒരു മുറുക്ക് പാൽ കൊടുത്താൽ സ്വീകരിക്കും. അല്ലെങ്കിലോ ഔ ഫഹദ അർനബി, മൊയൽ ചെറുതല്ലേ, അതിൻ്റെ തൊട, അതിൻ്റെ കുറക കൊടുത്തത് ചെറുതാ, അത് റസൂല വാങ്ങും. എന്തോ ഒരു റസൂൽ, എന്തോ ഒരു സ്വഭാവം. എന്നിട്ടോ അത് വാങ്ങിയ പോക്കറ്റ് കൊണ്ടുപോകല്ല. വൈ കാഫി അലൈഹ, അതിൻ്റെ മേലിൽ എന്താക്കും,
നല്ല പ്രത്യുപകാരം കൊടുക്കുകയും ചെയ്യും. അതാണ് നമുക്കെന്തെന്നാൽ ദുആ കൊണ്ടെങ്കിലും പ്രത്യുപകാരം ചെയ്യണം നമ്മൾ. വയക്കുലുക എന്നിട്ട് അതിനെ തിന്നും. വലായക്കുലു സ്വതക്കത്ത, സക്കാത്ത് വന്നാൽ കഴിക്കില്ല. തങ്ങന്മാർക്ക് അത് നമ്മളെ സമ്പത്തിൻ്റെ വേസ്റ്റല്ലേ സക്കാത്ത്, അതൊന്നും തങ്ങന്മാർക്ക് കഴിക്കാൻ പറ്റില്ല. എടുക്കൂല റസൂലുള്ളാഹി തങ്ങൾ എടുക്കാൻ പാടില്ല. തങ്ങന്മാർക്ക് സക്കാത്തും ഫിത്ർ സക്കാത്തും ഒരു സക്കാത്തും നമ്മൾ കൊടുക്കാൻ പാടില്ല. വലാ യസ്തക്ബിറു അൻ ഇജാബത്തിൽ അമതി വൽ മിസ്കീൻ, സാധുക്കളുടെ ഉത്തരം നൽകുന്നതോട് അഹങ്കരിക്കൂല. വിളിച്ചാരാ സാധു, ഞാൻ പോണില്ല, വലിയ പൈസക്കാരൻ വിളിച്ചാൽ പോവുകയും ചെയ്യും. അങ്ങനെ റസൂല കാണിക്കൂല. പിന്നെ യഗ്ളബുലി റബ്ബിഹി അൽ ഹുബ്ബു ഫില്ല അൽ ബുഗ്ളു ഫില്ല, എന്താണ് റബ്ബിന് വേണ്ടി ദേഷ്യപ്പെടും. ദീനിനെ പറിച്ച് ചീന്തുമ്പോൾ അതിലൊക്കെ ഭയങ്കര ദേഷ്യം തന്നെയല്ലേ, അതുകൊണ്ടല്ലേ അടിച്ചത്, യുദ്ധം ചെയ്തത്. എന്നാലോ വലയഗ്ളബു ലിനഫ്സി, സ്വന്തം നഫ്സിന് വേണ്ടി ദേഷ്യപ്പെടും. നമ്മളതിനെ ചെയ്യുള്ളൂ. അവനാൻ്റെ കുട്ടികളെ നമ്മളെ കെട്ടിയോളൊക്കെ എന്തേ പറഞ്ഞ് നമ്മളെന്തോ ഭയങ്കര സ്ട്രോങ് ആവും. ദീന് ആര് പറിച്ചീന്തേലോ അത് നമുക്ക് വിഷയമല്ല. അങ്ങനെയല്ല. പിന്നെ വൈനഫിദുൽ ഹക്ക, ഹക്ക് നടപ്പാക്കും റസൂലുള്ളാഹി. വൈൻ ആദാലിക അലൈഹി ബില്ലർ, അത് കാരണമായിട്ട് എന്ത് ഇടങ്ങേറുണ്ടെങ്കിലും ഹക്ക് നടപ്പാക്കും. മാഷാ അല്ലാഹ്. അങ്ങനെ കുറേ പറയാണ്ട്. ഇത് ഇഹിയ എവിടെ അറിയോ? സാധാ ഇഹിയ ആണെങ്കിൽ 2ാം വാള്യം ഏകദേശം അവസാന ഭാഗം, അജായിബുൽ കുലൂബിൻ്റെ മുൻപായിട്ട്. ഇനി കുറേ പറയുന്നുണ്ട്. സനതൊന്നും പറയാതെ വിഷയം മാത്രം പെറുക്കിയെടുത്ത് വസാലിമ റഹ്മത്തുള്ളാഹി പറയാം. മാഷാ അല്ലാഹ് നമുക്ക് പറയും ചെയ്യാമല്ലോ. അല്ലാഹു തആല മുത്ത് ഹബീബിൻ്റെ ബറക്കത്തോടെ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്